അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അതിമഹത്തായ അനുഗ്രഹത്തിന്റെ പേരിൽ, കരുണയുടെ പേരിൽ ഒരിക്കൽ കൂടി ഇൽമിന്റെ മാർഗത്തിലേക്ക് മടങ്ങി വരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. യഥാർത്ഥത്തിൽ ഇൽമിന്റെ മഹത്വം എന്താണ്? എന്താണ് ഇൽമ്? ഇൽമിന്റെ മഹത്വം എന്താണ് എന്ന് ശരിക്കും അതിന്റെ യഖീൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ, മദ്രസയിലേക്ക് എത്തിയ ഉടനെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ശുക്രിന്റെ സുജൂദായി, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഹൃദയത്തിൽ നിന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറയും മദ്രസയിലേക്ക് എത്തിയത്. കാരണം ഇൽമിന്റെ മഹത്വം അത്രയും വലുതാണ്. ഇൽമിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ഇൽമ് അല്ലാഹുവിന്റെ സിഫത്താണ് എന്നുള്ളത്. ഇൽമ് അല്ലാഹുവിന്റെ സിഫത്താണ്. ഇന്നല്ലാഹ അലീം. ഇൽമ് അല്ലാഹുവിന്റെ സിഫത്താണ്. ആ സിഫത്ത് അല്ലാഹു നൽകുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമാണ്. ഇൽമുൽ അലീമി വഅഖലുൽ ആഖിൽ ഇഖ്തലഫ من ذا الذي منهما قد أحرز الشرف فالعلم قال أنا أحرزت غايته والعقل قال أنا الرحمن بي عرف فأفسح العلم إفصاحا وقال له بأين الرحمن في فرقانه اتصف فبان للعقل أن العلم سيده وقبل العقل رأس العلم وانصرف علم عقل തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ബുദ്ധി, അറിവ്, വിജ്ഞാനം, ഇത് രണ്ടും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആരാണ് തമ്മിൽ ശ്രേഷ്ഠൻ? ഇതാണ് വിഷയം. പറഞ്ഞു ഞാനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠൻ. ആ സമയത്ത് അഖിൽ, ബുദ്ധി പറഞ്ഞു അല്ലാഹുവുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നത് എന്നിലൂടെയാണ്, അതുകൊണ്ട് ഞാനാണ് ശ്രേഷ്ഠൻ. ആ സമയത്ത് മറുപടിയായി പറഞ്ഞു അല്ലാഹു തന്റെ സിഫത്തായി, അല്ലാഹു തന്റെ വിശേഷണമായി പറഞ്ഞത് അഖിലിനെയാണ്, ഇൽമിനെയാണ്. അല്ലാഹു തന്റെ സിഫത്തായി പറഞ്ഞത് ഇൽമിനെയാണ്. ഇത് പറഞ്ഞപ്പോൾ ബുദ്ധിക്ക് മനസ്സിലായി ഇൽമ് തന്റെ നേതാവാണ്. അതുകൊണ്ട് ബുദ്ധി ഇൽമിന്റെ ശിരസിൽ ചുംബിച്ചു, അത് വിദ്യരിഞ്ഞു പോയി. ഇതാണ് ഇൽമിന്റെ മഹത്വം. ഇൽമ് അല്ലാഹുവിന്റെ സിഫത്താണ്. അല്ലാഹു ഒരു മനുഷ്യന് നൽകണമെങ്കിൽ ആ മനുഷ്യനെ അല്ലാഹു സ്നേഹിക്കണം. അല്ലാഹു ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ, അവർക്ക് ദുനിയാവിന്റെ സമ്പത്ത് നൽകും, വിഭവങ്ങൾ നൽകും എന്നല്ല, അവർക്ക് ദീനിന്റെ കാര്യം ഇൽമു കൊടുക്കും. ശരിയായ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും. ഇൽമു ലഭിച്ച മനുഷ്യർ, ഇൽമു ലഭിച്ച നമ്മൾ അല്ലാഹുവിനെ ധാരാളമായി സ്തുതിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇൽമു പഠിക്കണം. കാരണം ഇൽമു പഠിക്കൽ ഹൃദയത്തിൽ ഖശിയത്ത്, അല്ലാഹുവിനെ കുറിച്ച് ഭയമുണ്ടാകാനുള്ള മാർഗമാണ്. ഇന്ന തഅല്ലുമഹു ലില്ലാഹി ഖശിയ വതലബഹു ഇബാദ. ഇൽമിനെ തേടൽ തന്നെ ആരാധനയാണ്. ഇൽമു പഠിച്ച് അമൽ ചെയ്യൽ മാത്രമല്ല, ഇൽമു തേടൽ തന്നെ ആരാധനയാണ്. ഇൽമിനെ കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യൽ, അത് തസ്ബീഹ്, ദിക്ർ ചെയ്യുന്നത് പോലെ. ഇൽമിനെ തേടി പുറപ്പെടൽ, അത് ജിഹാദാണ്. ജിഹാദിന് പുറപ്പെടുന്നവനെ പോലെയാണ് ഇൽമിനെ തേടി പുറപ്പെടുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ആദ്യകാല് വീട്ടിൽ നിന്ന് എടുത്തു വച്ചത് മുതൽ നമ്മൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ്. അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ് തിരിച്ചെത്തുന്നത്. ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയാൽ അത് ചെറിയ കാര്യമല്ല. ഇൽമിന്റെ മഹത്വം നമ്മുടെ മനസ്സിലേക്ക് ഇറക്കണം. ഇൽമിന്റെ മഹത്വം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഇൽമിന്റെ മാർഗ്ഗത്തിൽ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ സഹിക്കൽ അവർക്ക് എളുപ്പമായി തീരും. ആദ്യം വേണ്ടത് ഈ ഇൽമിന്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കണം. അബൂ ഇസ്ഹാഖ് അൽ-നബീരി, അദ്ദേഹം സ്പെയിൻകാരനാണ്, വലിയ മഹാനായിരുന്നു. അദ്ദേഹം തന്റെ സഹോദരപുത്രൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ വന്നിരുന്നു. ആ മകന് ഇൽമു പഠിക്കാൻ ചെറിയ മടി, അലസത തോന്നിയപ്പോൾ അബൂ ഇസ്ഹാഖ് അൽ-നബീരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആ മകനെ ഉപദേശിച്ചുകൊണ്ട് ഒരു ഖസീദ രചിച്ചു, ഒരു കവിത. തായിയത്തുൽ ഇൽബീരി, ഇൽബീരിയുടെ തായിയ
എന്നറിയപ്പെടുന്ന ഒരു ഖസീദ. നമ്മളെല്ലാവരും അത് വായിക്കണം. പ്രത്യേകിച്ച് മുതഅല്ലിമീങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു ഖസീദയാണ്. അതിൽ അദ്ദേഹം പറയാം, تفت فؤادك الأيام فتى وتنحت جسمك الساعات نحتا وتدعوك المنون دعاء صدق ألا يا صاحي أنت أريد أنت. تفت فؤادك الأيام فتى ദിവസങ്ങൾ കഴിയുന്തോറും നിന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കാൻ, നീ മരണത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കാൻ, മരണം നിന്നെ വിളിച്ചുകൊണ്ടേയിരിക്കാൻ, അലാ യാ സാഹി അൻത ഉരീദു അൻത, ഞാൻ നിന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മരണം ഓരോ ദിവസവും നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടേയിരിക്കാം. പക്ഷേ ഞാൻ നിന്നെ കാണുന്നു, നീ വഞ്ചിക്കുന്ന ഒരു പുതുമണവാട്ടിയുടെ പിന്നാലെ നീ പോയിക്കൊണ്ടേയിരിക്കാൻ. അവളുടെ സ്വഭാവം തന്നെ വഞ്ചനയാണ്. അവൾ എല്ലാവരെയും വഞ്ചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അബദ്ധ തലാഖാക്കിയ സുബദ്ധ, ബുദ്ധിയുള്ള എല്ലാ ആളുകളും അവളെ തലാഖ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദുനിയാവ്, ഈ ദുനിയാവിന്റെ രസങ്ങൾക്ക് പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കാൻ. പക്ഷെ ദുനിയാവ് മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കാൻ. ഈ കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടേയിരിക്കാൻ. ഇൽമിന്റെ മാർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി. പക്ഷെ മഹത്വം ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എണ്ണു പഠിക്കാൻ പരിശ്രമിക്കുന്നില്ല. എണ്ണു പഠിക്കാൻ മദ്രസയിലേക്ക് വരെ വലിയ ഭാരമായി തോന്നുന്നു. ഇതിന്റെയൊക്കെ കാരണം നീ ഉറങ്ങിക്കൊണ്ടേയിരിക്കാൻ. ഈ ഹതീജി കൂർക്കം വലിച്ച് ഉറങ്ങാൻ. നീ ഉണരുന്നത് മരണസമയത്താണ്. മരണസമയത്ത് നിന്റെ ഉറക്കം മാറും, നിന്റെ ഗഫലത്ത് മാറും, യാഥാർത്ഥ്യങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. നിസാമുദ്ദീൻ ഇപ്രാവശ്യം പോയപ്പോൾ മുജാഹിദീങ്ങളോട് സംസാരിച്ചുകൊണ്ട് മൗലാന അബ്ദുൽ അദീം സാഹിബ്, മുമ്പ് മർക്കസിൽ ഹദീസിന്റെ ദർസ് നടത്തിയിരുന്ന മൗലാന ഉബൈദുല്ലാ ബല്യാവി ഉണ്ടായിരുന്നു. വലിയ ഹദീസിന്റെ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറിയ മകൻ മൗലാന അബ്ദുൽ അദീം സാഹിബ് ഇന്ന് മസാഹിറുൽ ഉലൂമിൽ തഖസ്സുസുൽ ഹദീസിന്റെ ഉസ്താദാണ്. അദ്ദേഹം മുജാഹിദീങ്ങൾ ഒരുമിച്ച് കൂട്ടി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആദ്യം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഹഖീഖത്ത് പർദ ഡാല, ഹഖീഖത്തിന്റെ മേൽ, യാഥാർത്ഥ്യങ്ങളുടെ മേൽ അല്ലാഹു ഒരു മറ വെച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യങ്ങളുടെ മേൽ അല്ലാഹു ഒരു മറ വെച്ചിട്ടുണ്ട്. ആ മറയുള്ളത് കൊണ്ട് തന്നെ ഇൽമിന്റെ മഹത്വം എന്താണ്, ആഖിറത്തിൽ വിജയം നൽകുന്ന അമലിന്റെ മഹത്വം എന്താണ്, ഒന്നും മനുഷ്യന് മനസ്സിലാവില്ല. ഇന്ന് ദുനിയാവിന്റെ മഹത്വം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ പ്രധാനപ്പെട്ട ഒരാൾ, പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ ഇടയ്ക്കിലേക്ക് വരുമ്പോൾ, നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങും. അദ്ദേഹത്തിന്റെ വാഹനം സഞ്ചരിക്കുമ്പോൾ മുമ്പിലും പിറകെയും ഇടതുവശത്തും വലതുവശത്തും പോലീസിന്റെ അകമ്പടി ഉണ്ടാവും. കാരണം ആ ദുനിയാവിന്റെ പദവിയുടെ മഹത്വം ഹൃദയത്തിലേക്ക് ഇറങ്ങി. പക്ഷെ ഇൽമു പഠിക്കുന്ന ഒരാൾ മദ്രസയിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനങ്ങൾ അകമ്പടി നിൽക്കുന്നില്ല? അദ്ദേഹത്തിന്റെ കൂടെ ജനങ്ങൾ ഒരു പ്രധാനമന്ത്രിയുടെ കൂടെ പോകുന്നത് പോലെ ഒരു പ്രധാനിന്റെ കൂടെ പോകുന്നില്ല. കാരണം യാഥാർത്ഥ്യങ്ങളുടെ മേൽ അല്ലാഹു ഒരു മറയിട്ടിട്ടുണ്ട്. ഈ മറ അല്ലാഹു നീക്കുന്നത് മരണസമയത്താണ്. ഇൽമിന്റെ മഹത്വം എന്താണ് എന്ന് മനുഷ്യന് മനസ്സിലാവുന്നത് മരണസമയത്താണ്. അദ്ദേഹം പറയാൻ, നീ ഉറങ്ങിക്കൊണ്ടേയിരിക്കാൻ, നീ ഉണരുന്നത് മരണസമയത്താണ്. അതുകൊണ്ട് നീ എത്ര കാലം ഇങ്ങനെ അശ്രദ്ധയിൽ മുന്നോട്ട് പോകും? എത്ര വർഷമായി? 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം, എത്ര വർഷം അശ്രദ്ധയിൽ മുന്നോട്ട് പോകും? നീ ഉണരണം. ആ മകന്റെ പേര് അബൂബക്കറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അബൂബക്കറെ, ഞാൻ നിന്നെ വിളിക്കുന്നത് നിനക്ക് സൗഭാഗ്യമുള്ള, നിനക്ക് വിജയമുള്ള ഒരു കാര്യത്തിലേക്കാണ്. ഈ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാവും. ഞാൻ നിന്നെ വിളിക്കുന്നത് നിനക്ക് ഉപകാരമുള്ള, വിജയമുള്ള ഒരു കാര്യത്തിലേക്കാണ്. ഞാൻ നിന്നെ ക്ഷണിക്കുന്നത് എണ്ണു പഠിക്കാനാണ്, യഥാർത്ഥമായ എണ്ണ കരസ്ഥമാക്കാനാണ്. ആ എണ്ണ നീ കരസ്ഥമാക്കിയാൽ നീ ഇമാമായി തീരും. നീ കൽപ്പിച്ചാലും നിരോധിച്ചാലും ജനങ്ങൾ നിന്നെ അനുസരിക്കുന്ന ഇമാമായി തീരുന്നു. ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ നിന്റെ കണ്ണിന്റെ മൂടി തുറക്കപ്പെടും. പിന്നെ യാഥാർത്ഥ്യങ്ങൾ നീ കണ്ടു തുടങ്ങും. നല്ല മാർഗത്തിൽ നീ സഞ്ചരിക്കും. ഇൽമു നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ
നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ ഇൽമിന്റെ പ്രയോജനം നിനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല നീ മരിച്ചു പോയാലും നിന്നെ കുറിച്ചുള്ള സ്മരണകൾ ഇവിടെ നിലനിൽക്കും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫ മരണപ്പെട്ടിട്ട് വർഷങ്ങളോളമായി പക്ഷെ അവരുടെ സ്മരണകൾ ഇന്നും നിലനിൽക്കുകയാണ്. ഇന്നും നാം ബുഖാരിയുടെ കിതാബ് കൊണ്ടാണ് നമ്മുടെ പഠനം ആരംഭിക്കുന്നത്. വർഷങ്ങളോളമായി പക്ഷെ അവരുടെ സ്മരണകൾ അല്ലാഹു നിലനിർത്തി. യഥാർത്ഥമായ രീതിയിൽ പഠിച്ചാൽ നീ ജീവിക്കുന്ന കാലത്തോളം അതിന്റെ പ്രയോജനം നിനക്കുണ്ടാവും. നീ മരിച്ചു കഴിഞ്ഞാലും നിന്നെ കുറിച്ചുള്ള സ്മരണകൾ അല്ലാഹു ഭൂമിയിൽ നിലനിർത്തും. എന്ന് പറഞ്ഞാൽ അത് മൂർച്ചയുള്ള വാക്കാണ്. നിനക്ക് ആരെ വേണമെങ്കിലും ഈ വാള് കൊണ്ട് വകവരുത്താം. ഏത് ശത്രുക്കൾ വന്നാലും എന്ന വാള് നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് നിനക്ക് വകവരുത്താം. പക്ഷെ നിന്റെ കയ്യിൽ നാഫിയായ ഇൽമുണ്ടാവും. ഈ നിധിയുടെ പ്രത്യേകത എന്താണ്? അത് ഭാരം ചുമക്കാൻ എളുപ്പമാണ്, ഭാരമില്ലാത്ത ഒരു നിധിയാണ്. നീ എവിടെയുണ്ടെങ്കിലും നീ എവിടെയാണെങ്കിലും നിന്റെ കൂടെയായിരിക്കും. അതുപോലെ മറ്റൊരു പ്രത്യേകത, കള്ളനും പേടിക്കേണ്ട ആവശ്യമില്ല. ദുനിയാവിന്റെ നിധിയാണെങ്കിൽ, സമ്പത്തിന്റെ നിധിയാണെങ്കിൽ ഭയമാണ്. പക്ഷേ ഈ ഇൽമ എന്ന നിധി നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് കള്ളനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മഹത്വമുള്ളതാണ്. അദ്ദേഹം ധാരാളമായി ഇൽമിന്റെ മഹത്വം ആ വിദ്യാർത്ഥിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഇൽമിന്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഇൽമ് നാഫിആയിത്തീരണം. പറഞ്ഞു ഇൽമ് രണ്ട് രീതിയിലാണ്. ഒന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന അറിവാണ്, ഒന്ന് നാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അറിവാണ്. ആലിമുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന് ആലിമുൽ ദുനിയ, മറ്റൊന്ന് ആലിമുൽ ഉഖറ. നാഫിയായ ഇൽമ് ലഭിച്ചവൻ ആലിമുൽ ഉഖറയായി തീരും. ലിസാനിയായ ഇൽമ് ലഭിച്ചവൻ ആലിമുൽ ദുനിയയായി തീരും. ആലിമുൽ ഉഖറ ആഖിറത്തിൽ വിജയം വരിക്കുന്ന ആലിമീങ്ങൾ അതാരാണ്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരെ കുറിച്ച് അവരുടെ ജീവിതം കണ്ടാൽ തോന്നിപ്പോകും അവർ സ്വർഗത്തിൽ പോയി സ്വർഗവാസികളെ കണ്ട് ഇറങ്ങി വരികയാണ്, നരകത്തിൽ പോയി നരകവാസികളെ കണ്ടു, എന്നിട്ട് അവർ ദുനിയാവിലേക്ക് ഇറങ്ങി വന്നതാണെന്ന് തോന്നിപ്പോകും യഥാർത്ഥ ആലിമീങ്ങളെ കണ്ടാൽ. ആലിമുൽ ഉഖറ, ഉഖറവിയായ ഉലമാക്കളെ കണ്ടാൽ നിനക്ക് തോന്നിപ്പോകും അവർ സ്വർഗത്തിൽ പോയി വരാൻ. അതുകൊണ്ട് അമലുകളിൽ വലിയ ആവേശമുണ്ടാവും, സുന്നത്തുകൾ വലിയ ഇഹ്തിമാമുണ്ടാവും. അതുപോലെ തന്നെ പാപങ്ങളോട് വലിയ വെറുപ്പുണ്ടാവും, വലിയ പേടിയുണ്ടാവും. ഒരിക്കലും അവർ പാപം ചെയ്യൂല. അഥവാ പാപം ചെയ്താൽ തന്നെ സമാധാനത്തിൽ അവർ കിടന്നുറങ്ങൂല, തൗബ ചെയ്യാതെ അവർ ഉറക്കം വരൂല. നമ്മൾ വലിയ വലിയ പാപങ്ങളെ കുറിച്ച് പറയുന്നു, ചർച്ച ചെയ്യുന്നു. മുൻഗാമികളായ മഹത്തുക്കൾ ചെറിയ ചെറിയ പാപങ്ങളെ തന്നെ വലിയ പാപങ്ങളായി മനസ്സിലാക്കി. കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ഞാനൊരു പാപം ചെയ്തു, 40 വർഷമായി തൗബ ചെയ്തുകൊണ്ടേയിരിക്കാം. അതിന്റെ പേര് 40 വർഷമായി തൗബ ചെയ്തുകൊണ്ടേയിരിക്കാം. വലിയ എന്തോ ഒരു പാപം ചെയ്തതാണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് പാപം? അദ്ദേഹം പറഞ്ഞു, വീട്ടിലേക്ക് ഒരു അതിഥി വന്നു, അതിഥിയെ സൽക്കരിക്കാൻ ഞാൻ മത്സ്യം വാങ്ങി കറി വെച്ചു കൊടുത്തു. അത് കഴിച്ച് അതിന്റെ നെയ്യ് കയ്യിൽ പുരണ്ടത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ നെയ്യ് നീക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മണ്ണിന്റെ കഷ്ണം, മൺകട്ട അയൽവാസിയുടെ ചുവടിൽ നിന്ന് പറിച്ചെടുത്തു. അതാണ് ഞാൻ ചെയ്ത പാപം. ചെറിയ മൺകട്ട തന്റെ അയൽവാസിയുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ മതിലിൽ നിന്നെടുത്തു. ആ ഒരു പാപത്തിന്റെ പേരിൽ 40 വർഷമായി ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കാം, തൗബ ചെയ്തുകൊണ്ടേയിരിക്കാം. ഇതാണ് ആലിമുൽ ഉഖറ. പാപങ്ങളോട് വലിയ പേടിയുണ്ടാവും, വെറുപ്പുണ്ടാവും. എന്നിട്ട് അയാൾ പറഞ്ഞു, ശുറൂറുഹും മഅ്മൂന, ഖുലൂബുഹും മഹ്സൂന, അൻഫുസുഹും അഫീഫ, ഹവായിജുഹും ഖഫീഫ. അവരുടെ പ്രത്യേകതകൾ എന്താണ്? ശുറൂറുഹും മഅ്മൂന, അവരെ കൊണ്ട് ആർക്കും ശല്യം ഉണ്ടാവും, നല്ല സ്വഭാവമുള്ളവരായിരിക്കും. ഖുലൂബുഹും മഹ്സൂന, അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഭയമായിരിക്കും, പേടിയായിരിക്കും, ദുഃഖമായിരിക്കും. അൻഫുസുഹും അഫീഫ, അവർ ഹറാമിൽ നിന്ന് വിട്ട് മാറി നിന്ന് ജീവിക്കുന്നവരായിരിക്കും. ഹവായിജുഹും ഖഫീഫ,
ആഖിറത്തിന്റെ ഹഖീഖത്ത് എന്താണ്, ദുനിയാവിന്റെ ഹഖീഖത്ത് എന്താണ് എന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങി. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ വ്യക്തിയുള്ളവരാണ് ചെറിയ ചെറിയ ആവശ്യങ്ങളായിരിക്കും. ഇതാണ് ഉലമാക്കൾ. രാത്രിയിൽ അവർ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നമസ്കാരത്തിലാണ്. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ ഈ രീതിയിലായിരുന്നു. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി രാത്രിയെ മൂന്നായി വിഭജിക്കുമായിരുന്നു. സുലുസുൽ ലിൽ ഇൽം വസുലുസുൽ ലിൽ ഇബാദ വസുലുസുൽ ലിൽ മനാം. മൂന്നിലൊന്ന് അദ്ദേഹം ഇൽമു പഠിക്കും, എഴുതും, പഠിക്കും, വായിക്കും. മൂന്നിലൊന്ന് ഇബാദത്ത് ചെയ്യും, മൂന്നിലൊന്ന് കിടന്നുറങ്ങും. രാത്രി ഇബാദത്തിനായി കഴിഞ്ഞുകൊണ്ട് മുഫ്രദിയായ ഉലമാക്കളുടെ അടയാളമാണ്. അവർ രാത്രി അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രഭാതത്തിൽ ഓതിയ ഖുർആനനുസരിച്ച് അമൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് മുഫ്രദിയായ ഉലമാക്കൾ, അഥവാ ഹൃദയത്തിലേക്ക് ഇറങ്ങിയവർ. മറ്റൊന്ന് ദുനിയാവിന്റെ ഉലമാക്കൾ, അഥവാ നാവിൽ ധാരാളം അറിവുകളുണ്ട്, മണിക്കൂറുകളോളം പ്രസംഗിക്കും, പക്ഷെ ഹൃദയത്തിലേക്ക് ആരും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു അമലുണ്ടാവും. അവരെ കുറിച്ച് ജനങ്ങൾ പറയും വലിയ ആലിമാണ്. ജനങ്ങൾ അവരെ കുറിച്ച് ആലിമാണെന്ന് പറയാൻ വലിയ കഷ്ടപ്പാടിന്റെ ആവശ്യമില്ല, കുറെ പഠിക്കേണ്ട ആവശ്യമില്ല. അവരെ കുറിച്ച് ജനങ്ങൾ ആലിമെന്ന് പറയണമെങ്കിൽ അബ്ദുൽ അസീസ് തിമീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വലിയ മഹാനാണ് അദ്ദേഹം, ഒരു ഫഖീഹായിരുന്നു, സാഹിബായിരുന്നു. അദ്ദേഹം പറയാം, ജനങ്ങൾക്കിടയിൽ ഒരു ഫഖീഹാണ്, ആലിമാണ് എന്ന് നിങ്ങൾ വിളിക്കപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വലിയ നീളക്കുപ്പായം ധരിക്കാം, തലപ്പാവ് ധരിക്കാം, ജനങ്ങളെ കൂട്ടിയിരുത്തി പ്രസംഗിക്കാതിരിക്കാം. ബുഖാരി വലാ മുസ്ലിം, ബുഖാരി തുറക്കണ്ട, മുസ്ലിം തുറക്കണ്ട. ഇത് പറഞ്ഞാൽ മതി, അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇതെങ്ങനെ ശരിയാവും, അത് ഞങ്ങൾ അംഗീകരിക്കില്ല, അത് തെറ്റാണ്. ഇങ്ങനെ കുറച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയാൽ ജനങ്ങൾക്കിടയിലായി ആലിമായി. പക്ഷെ അല്ലാഹുവിന്റെ മിസ്ലിലുള്ള ആലിമാവണമെങ്കിൽ എവിടെ ആകണം? ഹൃദയത്തിലേക്കാണ്. ദുനിയാകണോ ആലിമ് കുഫ്റാകണോ നമുക്ക് തീരുമാനിക്കാം, സമയമുണ്ട്. ഇൽമ് ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ അതിന്റെ മാറ്റങ്ങൾ ജീവിതത്തിൽ കാണും. ഒരാൾ ആരോഗ്യപരമായ ഭക്ഷണം കഴിച്ചാൽ അതിന്റെ പ്രതിഫലനങ്ങൾ അയാളുടെ ശരീരത്തിൽ കാണുന്നത് പോലെ ഇൽമ് ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ അതിന്റെ പ്രതിഫലനങ്ങൾ പുറത്ത് കാണാൻ സ്വാഭാവികമാണ്. പക്ഷെ ഇൽമ് ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ഹൃദയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 4 കാര്യങ്ങൾ ഒഴിവാക്കണം, 5 കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. ഹൃദയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. നമുക്കറിയാം, കർഷകൻ കൃഷി ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ഭൂമി ആ കൃഷിയെ സ്വീകരിക്കാൻ പാകപ്പെടുത്തും, ഉഴുതുമറിക്കും, അതിനെ മയപ്പെടുത്തും. ഇതേപോലെ ഹൃദയം ഇൽമിനെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം ചെയ്യുന്ന പണി ഹൃദയത്തിന്റെ തസ്കിയത്താണ്. ഹൃദയത്തെ പാകപ്പെടുത്തണം. സത്യത്തെ സ്വീകരിക്കാൻ, ഇൽമിനെ സ്വീകരിക്കാൻ ഹൃദയത്തെ പാകപ്പെടുത്തണം. അതാണ് ഒരു മുതഅല്ലിം ആദ്യം ചെയ്യേണ്ടത്. പാറയുടെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാത്തതുപോലെ കട്ടിയുള്ള അസ്വസ്ഥ ബാധിച്ച ഹൃദയങ്ങളിൽ ഇൽമ് പ്രവേശിക്കുകയില്ല. ഇൽമ് കേൾക്കും, പറയും, പക്ഷെ ഹൃദയത്തിലേക്ക് ഇറങ്ങില്ല. കാരണം ഹൃദയത്തെ ബാധിച്ച അസ്വസ്ഥ വലിയ രോഗമാണ്. വലിയ രോഗമാണ്. ഏറ്റവും വിദൂരത്തിൽ കഴിയുന്നവൻ അസ്വസ്ഥത ഹൃദയമുള്ളവനാണ്. അത് വലിയ രോഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ അസ്വസ്ഥനെ ചികിത്സിക്കാൻ നമുക്ക് 4 കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. വലിയ പാപങ്ങളെ കുറിച്ചല്ല, ഹലാലായ കാര്യങ്ങളാണ്, പക്ഷെ അത് അമിതമാണ്. ഒന്നാമത്തത് കസറത്തുൽ കലാം, സംസാരം അധികരിപ്പിച്ചാൽ അതിലൂടെ അയാളുടെ ഹൃദയത്തിന് അസ്വസ്ഥത കുറയും. ഹറാമായ സംസാരമല്ല, ഹലാലായ സംസാരം. ഹലാലായ സംസാരം തന്നെ ഒരാൾ അധികരിപ്പിച്ചാൽ അയാളുടെ ഹൃദയത്തിന് അസ്വസ്ഥത ബാധിക്കും. സംസാരം ചുരുക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് വന്നതാണ്, കുറെ സംസാരിക്കാനുണ്ടാവും, കുറെ പറയാനുണ്ടാവും.
എത്ര സംസാരിച്ചാലും തീരൂല. പക്ഷെ സംസാരത്തെ നമ്മൾ നിയന്ത്രിക്കണം. ഒരാളുടെ സംസാരത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ, ഹലാലായ സംസാരത്തെ ഒരാൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അയാൾ ഹറാമിലേക്ക് എത്തിപ്പെടും. അനാവശ്യമായ സംസാരങ്ങൾ, പാഴ്വർത്തമാനങ്ങൾ, ഇതിലൂടെ മനുഷ്യന്റെ ആയുസിന്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. എന്ന് പറയും ഖുർആൻ വിജയിച്ച മുഅ്മിനീങ്ങളുടെ അടയാളം എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം, അവർ പാഴ്വർത്തമാനങ്ങൾ, പാഴ്വേലകൾ തൊട്ട് മാറി നിൽക്കുന്നവരാണ്. എന്താണ് ലഹു? ലഹു എന്ന് പറഞ്ഞാൽ ദുനിയാവിലോ ആഖിറത്തിലോ പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത കാര്യം. അത് ഹലാലാണ്, പക്ഷെ അതുകൊണ്ട് ദുനിയാവിന് പ്രയോജനമില്ല, ആഖിറത്തിന് പ്രയോജനമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് കണക്കെടുത്താൽ അതിന് മുക്കാൽ ഭാഗം ഒരു പക്ഷെ ലഹുവായിരിക്കും, പ്രത്യേകിച്ച് പ്രയോജനമില്ല. ഈ കാര്യങ്ങൾ സംസാരിച്ചാൽ അതിലൂടെ മനുഷ്യന്റെ ഹൃദയത്തിൽ അസുഖം ബാധിക്കും. മാത്രമല്ല ആയുസിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും. ഒരാൾ പാരായണയിൽ നിന്ന്, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തന്റെ ജീവിതത്തെ സംരക്ഷിച്ചാൽ അയാളുടെ ആയുസിൽ അല്ലാഹു ബർക്കത്ത് നൽകും. മുൻഗാമികളുടെ ആയുസിൽ അല്ലാഹു ബർക്കത്ത് നൽകിയിരുന്നു. മുൻഗാമികളുടെ ചരിത്രം വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ഇമാം ഇബ്നു അസാകിർ റഹ്മത്തുള്ളാഹി അലൈഹി മുഹദ്ദിസു ശാം സിഖത്തുദ്ദീൻ എന്നൊക്കെ പറയപ്പെട്ട ഇബ്നു അസാകിർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം 6 വയസ്സിൽ പഠനം ആരംഭിച്ചു. ഹിജ്റ 499 അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റ 571 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം 100ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചു. അതിൽപ്പെട്ട ഒരു ഗ്രന്ഥമാണ് താരീഖു ദിമഷ്ക്. അതിന്റെ മഖ്തൂത 100ഓളം ജിൽദുകളുണ്ട്. 100ഓളം ജിൽദുകളുണ്ട് താരീഖു ദിമഷ്കിന്റെ മഖ്തൂത. അതിനെക്കുറിച്ച് ഇബ്നു ഖല്ലിക്കാൻ തന്റെ വഫയാത്തുൽ അയാനിൽ പറയുന്നത്, ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ ചെലവഴിച്ചാലും ഇങ്ങനെയുള്ള ഒരു കിതാബ് എഴുതാൻ സാധിക്കൂല. അങ്ങനെയുള്ള ഒരു കിതാബല്ല, അദ്ദേഹത്തിന്റെ ഒരു കിതാബാണ്. 100ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചു ഇബ്നു അസാകിർ. അദ്ദേഹത്തിന്റെ ജീവിതം പഠിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, അദ്ദേഹം തസ്നീഫ് തുടങ്ങിയത് മുതൽ മരണം വരെ രചിച്ച കിതാബുകളുടെ പേജുകളുടെ എണ്ണം അദ്ദേഹത്തിന്റെ ആയുസ്സുമായി അല്ലെങ്കിൽ ദിവസങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ ശരാശരി ഒരു ദിവസം അദ്ദേഹം എഴുതിയിരുന്നത് 400 പേജാണ്. ഒരൊറ്റ ദിവസം അദ്ദേഹം എഴുതിയത് 400 പേജാണ്. ഡയറിയല്ല, മറിച്ച് അഖീദ, ഫിഖ്ഹ്, താരീഖ് തുടങ്ങിയ ഇസ്ലാമിന്റെ സങ്കീർണമായ വിഷയങ്ങൾ ഒരു പേജ് എഴുതണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 50 പേജ് 100 പേജ് വായിച്ചിരിക്കണം. അങ്ങനെയുള്ള വിഷയങ്ങൾ അദ്ദേഹം ഒരു ദിവസം എഴുതിയത് 400 പേജാണ്. ഇത് കേൾക്കുമ്പോൾ തോന്നും അദ്ദേഹം രാവിലെ മുതൽ ഏകദേശം 12 മണി 1 മണി വരെ മുഴുവൻ എഴുത്താൻ നമസ്കാരമൊക്കെ വീട്ടിൽ വെച്ചായിരിക്കും. അല്ല, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, കൃത്യമായി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കും, മുൻപിൻ സുന്നത്തുകൾ നിർവഹിക്കും. ഇതിനോടൊക്കെ കൂടെ തന്നെ എല്ലാ ആഴ്ചയിലും ഒരു ഖത്ം തീർക്കൽ അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ, റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും ഒരു ഖത്ം തീർക്കൽ അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. അദ്ദേഹത്തിന്റെ മുഅ്ജമു ശുയൂഖ് എന്ന കിതാബുകളിൽ അദ്ദേഹം പഠിച്ച ശൈഖന്മാരുടെ ലിസ്റ്റ് അദ്ദേഹം എഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹം 1700 പരം ശൈഖന്മാരെ കുറിച്ച് എഴുതുന്നുണ്ട്. 1700 ശൈഖന്മാരെ അദ്ദേഹം സമീപിച്ചു, അവരിൽ നിന്ന് ഇൽമു പഠിച്ചു. ഇൽമിന്റെ വഴിയിൽ യാത്ര നടത്തി. ഒരു യാത്ര തന്നെ 5 വർഷം നീണ്ടുനിന്ന യാത്രയാണ്. പഠിക്കണം, മുൻഗാമികളുടെ ചരിത്രം പഠിക്കണം. ഇത്രയും ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ചുരുങ്ങിയ ആയുസ് കൊണ്ട് ചെയ്തു. 600 പേജ് എഴുതി. ആഴ്ചയിൽ ഒരു ഖത്തം, റമദാൻ ദിവസത്തിൽ ഒരു ഖത്തം. ഇതിനോട് കൂടെ എഴുതിന്റെ വഴിയുള്ള യാത്രകൾ ഇതൊക്കെ ചെയ്യാൻ എവിടെ സമയം കിട്ടി? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് നൽകുന്നത്. ഇത് കിട്ടണമെങ്കിൽ മാലായാനിയായ കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കണം. അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കി മതിയാവും. ആ സമയങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. ഉസ്താദ് ക്ലാസ്സിൽ നിന്ന് പോയി, അല്ലെങ്കിൽ ഒരു ഉസ്താദ് ലീവാണ്, ആ സമയത്ത് കിതാബ് അടച്ചു വെച്ചു സംസാരം തുടങ്ങണം. യഥാർത്ഥ മുതഅല്ലിം ചെയ്യേണ്ടത് ഒരു സമയം കിട്ടിയാൽ ഇൽമിന്റെ വഴിയിൽ ഉദാഹരണമായി അല്ലെങ്കിൽ ഇബാദത്തിനായി സമയം ചെലവഴിക്കണം. വിശാലമായ നഗരിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം ഹാജിയുടെ ഖബർ വിശാലമാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് റഹ്മത്ത് നൽകട്ടെ. മദ്രസയിൽ വിശാലമായ ലൈബ്രറി സ്ഥാപിച്ചു. അതിന് പ്രയോജനമെടുക്കണം.
ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണം. ഹൃദയത്തിന് കസവത്ത് ബാധിക്കാൻ ഒന്നാമത്തെ കാരണം സംസാരം അധികരിപ്പിക്കണം. രണ്ടാമത്തെ കാരണം കസ്റത്തുൽ മുഖാലത, അധികമായ സമ്പർക്കം, കൂട്ടുകാരുമായ സമ്പർക്കം, ജനങ്ങളുമായ സമ്പർക്കം അധികരിപ്പിച്ചാൽ അതിലൂടെ ഹൃദയത്തിന് കസവത്ത് ബാധിക്കും. ഈ കസവത്ത് ബാധിക്കുന്ന പറഞ്ഞാൽ ഇതിന്റെ 3 അടയാളങ്ങൾ പറഞ്ഞു. അതിലൊന്ന് കസവത്ത് ബാധിച്ച ഹൃദയത്തിന് പാപങ്ങൾ ചെയ്താൽ പേടിയുണ്ടാവില്ല, നന്മകളോട് ആവേശം ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവുകയില്ല, ഉപദേശങ്ങൾ ഹൃദയത്തിൽ ഫലിക്കുകയില്ല. ഇതാണ് കസവത്തിന്റെ അടയാളങ്ങൾ. കസവത്ത് ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം സമ്പർക്കം ഒഴിവാക്കണം. നമ്മൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ്, അതുകൊണ്ട് സമ്പർക്കം അത്യാവശ്യമാണ്. പക്ഷെ അതിന്റെ അളവ് പറഞ്ഞു. ഷാഫിഈ പറഞ്ഞു, ജനങ്ങൾ എന്ന് പറഞ്ഞ രോഗം എത്രത്തോളം ജനങ്ങളുമായി അടുക്കുന്നു അത്രത്തോളം ഹൃദയത്തിന് ആത്മാവിന് രോഗം ബാധിക്കും. അതുകൊണ്ട് സമ്പർക്കം കുറക്കണം. ജനങ്ങൾ പലതും പറയും, നമ്മൾ നമ്മുടെ സമയം നല്ല രീതിയിൽ ചെലവഴിച്ചു, സംസാരം കുറച്ചു, സമ്പർക്കം കുറച്ചു, വിവാദത്തിനായി സമയം ചെലവഴിക്കാൻ തുടങ്ങിയാൽ ആദ്യമായി നമ്മളെ നേരിടുന്ന ഒന്നാമത്തെ ശത്രു നമ്മുടെ കൂട്ടുകാരായിരുന്നു. വലിയ പഠിപ്പിച്ച് എന്നൊക്കെ പല പല പേരുകൾ പറഞ്ഞ് നമ്മളെ കളിയാക്കും. അത് വിഷയമാക്കേണ്ട ആവശ്യം. ജനങ്ങൾ പലതും പറയും, ഇതെല്ലാം സഹായത്തില്ലാത്തത്. ജനങ്ങളുടെ തൃപ്തി ഒരിക്കലും കരസ്ഥമാക്കാൻ സാധിക്കാത്ത ഒരു ലക്ഷ്യമാണ്. എന്ത് ചെയ്താലും എന്തെങ്കിലും പറയാനുണ്ടാകും. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ തൃപ്തിപ്പെടുത്തും. ആയിഷ റളിയല്ലാഹു അൻഹയോട് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഉപദേശം നൽകണം, പക്ഷേ ധാരാളം ഉപദേശം നൽകരുത്, ചുരുങ്ങിയ ഉപദേശം. ആയിഷ റളിയല്ലാഹു അൻഹ 2 വാക്ക് പറഞ്ഞു. ഒരാള് ജനങ്ങളുടെ തൃപ്തി അവഗണിച്ചു, അള്ളാഹുവിന്റെ തൃപ്തി പരിഗണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തൃപ്തിപ്പെടും, ജനങ്ങളുടെ തൃപ്തിയും അള്ളാഹു. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നോക്കിയാൽ മതി. കൂട്ടുകാരെന്ന് പറഞ്ഞോട്ടെ, ഈ കൂട്ടുകെട്ട്, ഈ ബന്ധങ്ങളെല്ലാം മദ്രസയിൽ നിറമുന്നതോടുകൂടി ബന്ധങ്ങൾ തീർന്നു. നമ്മൾ ഓരോരുത്തരും ഒറ്റക്കാണ്. നമ്മൾ എന്താണ് പഠിച്ചത് അത് മാത്രം ഉണ്ടാവും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും നമ്മുടെ സമയത്തെ പാഴാക്കില്ല. ഇതാണ് പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ മനുഷ്യൻ, ഏറ്റവും മോശമായ പദവിയുള്ള മനുഷ്യൻ മൻ അദ്ഹബ ദീനഹു ബിദുനിയാ ഗൈരിഹി, മൻ അദ്ഹബ ആഖിറതഹു ബിദുനിയാ ഗൈരിഹി. മറ്റുള്ളവരുടെ ദുനിയാവിന് വേണ്ടി സ്വന്തം ദീനിനെ നഷ്ടത്തിലാക്കിയവൻ. മറ്റുള്ളവരെന്തെങ്കിലും പറയുമെന്ന് കരുതി നമ്മുടെ സ്വന്തം സമയം നമ്മൾ എന്തിനു പാഴാക്കണം? ഞാൻ ഷാഫിഈ പറഞ്ഞു, ബഹത്തു ഫഖാലു വലാ തഹ്തശിം, ബഗൈതു ഫഖാലു വലാ തബ്തസിം, വസംതു ഫഖാലു യുറായി ബിഹാ, അബസ്തു ഫഖാലു വലാ മക്കതം. ജനങ്ങളുടെ ഒരു രീതി അദ്ദേഹം പറയാൻ. ചിരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് നാണമില്ലേ, ചിരിക്കാൻ നാണമില്ലേ. ബഗൈതു ഫഖാലു വലാ തബ്തസിം, കരഞ്ഞപ്പോൾ പറഞ്ഞു പുഞ്ചിരിച്ചുകൂടെ. വസംതു ഫഖാലു യുറായി ബിഹാ, പുഞ്ചിരിച്ചപ്പോൾ പറഞ്ഞു കാണിക്കാൻ വേണ്ടി ചിരിച്ചതാണ്. അബസ്തു ഫഖാലു വലാ മക്കതം, മുഖം ചൊളിച്ചപ്പോൾ പറഞ്ഞു ഉള്ളിലുള്ളത് ഇപ്പോഴാണ് പുറത്തേക്ക് പോകുന്നത്. സമത്തു ഫഖാലു ഖലീൽ ലിസാൻ, സംസാരിക്കാതിരുന്നപ്പോൾ പറഞ്ഞു നാവിനെന്തോ പ്രശ്നം. എതർത്തു ഫഖാലു കസീറുൽ കരീം, സംസാരിച്ചപ്പോൾ പറഞ്ഞു വായാടിയാണ്. ഹലുന്തു ഫഖാലു സനീഉൽ ജബാൻ വലൗ കാന മുഖ്തദറൻ അൻതഖം, ഞാൻ സഹനത കാണിച്ചു, സഹിച്ചു. പറഞ്ഞു വീര, കഴിവില്ലാത്തതുകൊണ്ടാണ് സഹിച്ചത്, ക്ഷമിച്ചത്. കഴിവുണ്ടെങ്കിൽ പ്രതികാരം നടത്തിയിരുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ട, അതിന് ഞാനില്ല എന്ന് പറഞ്ഞാൽ പറയും അവരെപ്പോഴും ഒറ്റപ്പെട്ടവരാണ്. ശരി, ഞാനുണ്ട്, എല്ലാത്തിനും ഞാനുണ്ട് എന്ന് കൈവക്കിയാലോ സ്വന്തമായ അഭിപ്രായമില്ല. മറ്റുള്ളവരെന്ത് പറഞ്ഞോ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ജനങ്ങൾ പറയും. ഒരാൾ ജിബ്രീലിനോട് സമ്മതിച്ചാലും ജനങ്ങളുടെ കീഴാഹാരയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂല. കാരണം അത് അള്ളാഹുവിന്റെ വിഷയത്തിൽ തന്നെ ജനങ്ങൾ പറഞ്ഞു അള്ളാഹുവിന് മക്കളുണ്ട്, ഇന്നലഹു സാഹിബതൻ വവലദൻ, അള്ളാഹുവിന് ഭാര്യയുണ്ട്, അള്ളാഹുവിന് മക്കളുണ്ട്. അള്ളാഹുവിന്റെ വിഷയത്തിൽ തന്നെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ വിഷയത്തിൽ പിന്നെ പറയാനില്ല. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ പരിഗണിക്കേണ്ട, നമുക്ക് നമ്മുടെ ഓർമ്മ മാത്രമേ ഉണ്ടാവും. സമയങ്ങൾ നല്ല രീതിയിൽ ചെലവഴിക്കണം, സംസാരം കുറക്കണം, അതുപോലെ സമ്പർക്കം കുറക്കണം. അതുപോലെ തന്നെ 3-ാമത്തെ കാരണം കസ്റത്തുൽ അഖിൽ, 4-ാമത്തെ കാരണം കസ്റത്തുൽ നൗം, തീറ്റ അധികരിപ്പിക്കൽ.
അതിലൂടെ ഹൃദയത്തിന് മസൂദ് ബാധിക്കും, വിവാദത്തിന് അലസതയുണ്ടാവും, മഫുരത്തുണ്ടാവും. ഉറക്കം അധികരിപ്പിച്ചാലും അതിലൂടെ മസൂദ് ഉണ്ടാവും. പറഞ്ഞു, ചില ഉറക്കങ്ങൾ മനുഷ്യന് പ്രയോജനത്തേക്കാൾ ഉപദ്രവം ചെയ്യും. അതിൽപ്പെട്ട ഉറക്കമാണ് സുബഹിക്ക് ശേഷമുള്ള ഉറക്കം, അസറിന് ശേഷമുള്ള ഉറക്കം, മഗ്‌രിബിന് ശേഷം ഇശാക്ക് മുമ്പുള്ള ഉറക്കം. ഏറ്റവും പ്രയോജനപ്രദമായ ഉറക്കം പകലിന്റെ മധ്യത്തിലെ ഉറക്കം, അതുപോലെ രാത്രിയുടെ മധ്യത്തിലെ ഉറക്കം. അതായത് രാത്രിയുടെ അവസാനം തഹജ്ജുദിന്റെ സമയമാണ്, ആദ്യം ഇൽമിന്റെ സമയമാണ്, മധ്യത്തിലുള്ള സമയം ഉറക്കത്തിന് വേണ്ടി തിരഞ്ഞെടുക്കണം. കൈകളുടെ ഉറക്കം പതിവാക്കണം. ഇതിലൂടെ ശരീരത്തിന് പ്രയോജനം ഉണ്ടാവും. ബാക്കിയുള്ള ഉറക്കങ്ങൾ അത് ശരീരത്തിന് ഉപദ്രവം ചെയ്യും. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കണം. ഇത് പഥ്യമാണ്. ഹൃദയത്തിന് നമ്മൾ ചികിത്സിക്കണമെങ്കിൽ ആദ്യം പഥ്യം സ്വീകരിക്കണം. ഈ പഥ്യമാണ് 4 കാര്യങ്ങൾ. ഒന്ന്, അധികമായ സംസാരം ഒഴിവാക്കണം, അധികമായ സമ്പർക്കം ഒഴിവാക്കണം, അമിതമായ ഭക്ഷണം, അമിതമായ ഉറക്കം. അതുപോലെ തന്നെ ഹൃദയത്തിന് 5 മരുന്നുകളാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, എലിമിനെ സ്വീകരിക്കാൻ, ഹൃദയത്തെ പാകപ്പെടുത്താൻ ആദ്യം ചെയ്യേണ്ടത് അർത്ഥമറിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യണം. അർത്ഥമറിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യുന്നവന്റെ കൺമുമ്പിൽ എപ്പോഴും ആഖിറം ഉണ്ടാവും, മരണമുണ്ടാവും, ദുനിയാവിന്റെ നിസാരത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എഴുതി പഠിക്കാൻ ആവേശമുണ്ടാവും. ഹൃദയത്തിലേക്കാവും. അർത്ഥം ചിന്തിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നു. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ പതിവാക്കണം. രാത്രി നമസ്കാരം പതിവാക്കണം. ഖുർആനിന്റെ ആളുകളെ വിളിച്ച് പ്രത്യേകം പറഞ്ഞു, ഖുർആനിന്റെ ആളുകളെ രാത്രി നമസ്കാരം പതിവാക്കണം. ഖുർആനിന്റെ ആളുകൾക്ക് രാത്രി നമസ്കാരം വളരെ വാക്കരായ സുന്നത്താണ്. രാത്രി നമസ്കരിക്കണമെങ്കിൽ നേരത്തെ ഉറങ്ങണം. അതുപോലെ തന്നെ ആ സമയത്ത് അല്ലാഹുവിന്റെ കൈകളിൽ ദുആ ചെയ്യാം, ധാരാളമായി ദുആ ചെയ്യാം. ഇൽമു ലഭിക്കാൻ, ഇൽമു നാഫിയായി തീരാൻ, ഇൽമനുസരിച്ച് അമലായി തീരാൻ, ആഖിറത്തിലെ ഉഖ്റവിയായ ഉലമാക്കളുടെ കൂട്ടത്തിൽപ്പെടാൻ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ദുആ മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇൽമൊരാൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം ദക്കാർ ഉണ്ടാവണമെന്ന് നാം ഷാഫി പറഞ്ഞു. ദക്കാർ, നല്ല ബുദ്ധിപൂർവ്വത ഉണ്ടാവണം. ഈ ബുദ്ധിപൂർവ്വത അല്ലാഹു നൽകുന്നതാണ്. ചില ആളുകൾ വിചാരിക്കും, 2 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കിതാബ് തീർന്നിട്ടില്ല, ഇനി എന്തിനാണ് മുമ്പോട്ട് പഠിക്കുന്നത്? യഥാർത്ഥത്തിൽ ദക്കാർ അല്ലാഹു നൽകുന്നതാണ്. ബുദ്ധി തുറന്നു തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ബുദ്ധി കൂടാനുള്ള അല്ലെങ്കിൽ ബുദ്ധി ലഭിക്കാനുള്ള ഒരു മാർഗം മുവാഫഖത്താണ്. പതിവായി പഠിക്കൽ, പഠിച്ചുകൊണ്ടേയിരിക്കൽ, അൽഖൈർ വായിച്ചുകൊണ്ടേയിരിക്കൽ, കേട്ടുകൊണ്ടേയിരിക്കൽ. ഇതിലൂടെ ബുദ്ധി വളർത്തപ്പെടും. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ പദവി എന്താണ് ഹനഫി ഫിഖ് പഠിക്കുന്ന ആളുകൾക്ക് അറിയാം. അദ്ദേഹത്തെ കുറിച്ച് ഇമാം അബൂ ഹനീഫ പറയാം, അദ്ദേഹത്തോട് തന്നെ പറയാം, അത് കുന്ത ബലീദൻ, നീ ഒന്നും தெரியாത്ത ആളായിരുന്നു, കിതാബ് தெரியாത്ത ആളായിരുന്നു, മനസ്സിലാകാത്ത ആളായിരുന്നു. പക്ഷേ നിനക്ക് ആ ബലാഗത്തിൽ നിന്ന് രക്ഷ കിട്ടിയത്, നിന്റെ ബുദ്ധി അല്ലാഹു തുറന്നു തന്നത് മുവാഫഖത്തിലൂടെയാണ്. പതിവായി അദ്ദേഹം ക്ലാസ്സിൽ പങ്കെടുക്കുമായിരുന്നു. എത്രത്തോളം അദ്ദേഹത്തിന്റെ മകൻ മരിച്ച ദിവസം പോലും മകന്റെ ജനാസയിൽ പങ്കെടുത്തു. പക്ഷെ ഖബറടക്കത്തിൽ പങ്കെടുത്തില്ല. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, നാം അബൂ ഹനീഫയുടെ ദർസ് നഷ്ടപ്പെടും. ശരിയാത്ത ആളായിരുന്നു, പക്ഷേ നിനക്ക് അല്ലാഹു ഉണ്ടാക്കിയത് മുവാഫഖത്തിലൂടെയാണ്. ഒരിക്കലും നിരാശപ്പെടണ്ട. പല ആളുകൾക്കും നിരാശയാണ്. 3 വർഷം പഠിച്ചു, നഹ്വ് തിരിച്ചിട്ടില്ല, സർഫ് തിരിച്ചിട്ടില്ല, ഇനി വെറുതെ സമയം വേസ്റ്റാക്കി തന്നെ കാര്യം. ഇതൊക്കെ അല്ലാഹു നൽകുന്നതാണ്. അത് നമ്മൾ ചെയ്യേണ്ട പണിയെടുക്കണം. ഒന്നാമത്തെ പണി മുവാഫഖത്താണ്. പാപങ്ങൾ കുറയ്ക്കണം. രണ്ടാമത്തേത് പാപങ്ങളെ വർജിക്കൽ. പാപങ്ങളിലൂടെ റിസ്ക് തടയപ്പെടും. റിസ്ക് സമ്പത്ത് മാത്രമല്ല, റിസ്ക് അല്ലാഹു നൽകുന്നതെല്ലാം റിസ്കാണ്. ബുദ്ധിപൂർവ്വമുള്ള റിസ്കാണ്. എന്ന് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച റിസ്ക് തന്നെ തടഞ്ഞു കളയും. എന്തിന്റെ പേരിൽ?
പാപത്തിന്റെ പേരിൽ. സക്കാത്ത് ഒഴിവാക്കണം. സക്കാത്ത് കിട്ടണമെങ്കിൽ പാപങ്ങൾ വർദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാരണമായി പറയുന്നത് ഖുർആന്റെ തിലാവത്ത് വർദ്ധിപ്പിക്കലാണ്, സുഗന്ധം ഉപയോഗിക്കൽ സക്കാത്ത് വർദ്ധിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ മിസ്വാക്ക് ചെയ്യൽ സക്കാത്ത് വർദ്ധിക്കാൻ നല്ലതാണ്. ദിക്റുകൾ അധികരിപ്പിക്കൽ. അഞ്ചാമത്തേതായി സാലിഹീങ്ങളുമായുള്ള സഹവാസം. ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ വർജിക്കേണ്ടതാണ്, പിന്നെ പറഞ്ഞ 5 കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ സുദാസിയത്തുൽ ഇൽമ് കിട്ടാൻ നാം ഷാഫി പറഞ്ഞ ഒന്നാമത്തത് സക്കാത്താണ്. അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തതിൻ. സക്കാത്ത് ബുദ്ധിപൂർവ്വത അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ദുആ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നാം ഷാഫി പറഞ്ഞു, ഈ ദുആയെ രക്ഷിക്കണ്ട. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് രാത്രിയിലെ ദുആകൾ. രാത്രിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമ്പുകൾ ഉന്നപ്പിഴക്കുകയില്ല. തഹജ്ജുദിന്റെ സമയത്ത് ചെയ്യുന്ന ദുആ തള്ളപ്പെടില്ല. അതുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ബുദ്ധിപൂർവ്വതയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഹിർസുൽ, അമിതമായ ആഗ്രഹം, ആർത്തി. ഇതിനോടുള്ള ആർത്തി കാണാം, ആഗ്രഹം കാണാം. മുൻഗാമികൾക്കുണ്ടായ ആഗ്രഹം, ആർത്തി, കിതാബ് വായിക്കുമ്പോഴുള്ള ലദ്ദത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണം. ഏതുപോലെ സ്മാർട്ട് ഫോണുകളോട് നമുക്ക് ലദ്ദത്തുണ്ടോ, ആഗ്രഹമുണ്ടോ, അതിനേക്കാൾ ആഗ്രഹം, ലദ്ദത്ത് കിതാബുകളോട് വേണം. നഹ്വിയായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, അബുൽ ഹസൻ അൽ ഫാലി. അദ്ദേഹത്തിന് പ്രയാസം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കിതാബ് അദ്ദേഹം വിൽക്കേണ്ടി വന്നു. അബുൽ ഹസൻ അൽ ഫാലി ജംഹറ എന്ന കിതാബായിരുന്നു. ആ കിതാബ് വാങ്ങിയത് ഷരീഫുൽ മുർത്തദ എന്ന് പറയുന്ന ചക്രവർത്തിയായിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹം അത് വാങ്ങിച്ചപ്പോൾ ആ കിതാബ് വായിച്ചു. അതിന്റെ അവസാന ഭാഗത്ത് അബുൽ ഹസൻ അൽ ഫാലി എഴുതിയ കവിതകൾ, ബൈത്തുകൾ അത് കാണാൻ സാധിച്ചു. അദ്ദേഹം അതിൽ പറയുന്നത് 20 വർഷം ഈ കിതാബുമായി ഞാൻ ഇണങ്ങി. ഞാൻ എന്റെ രാവുകൾ, പകലുകൾ, സമയങ്ങൾ ഈ കിതാബുമായി ചെലവഴിച്ചു. അങ്ങനെ കിതാബുമായി ഞാൻ ഇണങ്ങി 20 വർഷം. അവസാനം എനിക്കത് വിൽക്കേണ്ടി വന്നു. കാലങ്ങളോളം കടത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കാമെന്ന് പറഞ്ഞാലും ഒരിക്കലും ഈ കിതാബ് വിൽക്കണം എന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ ചെറിയ കുട്ടികളെ ഓർത്ത്, അവരുടെ ദാരിദ്ര്യത്തെ ഓർത്ത്, അവരുടെ വിശപ്പിനെ ഓർത്ത് മാത്രമാണ് ഞാൻ ഈ കിതാബ് വിറ്റത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, ഇത് കേട്ടപ്പോൾ വാങ്ങിയ കഴിവ് തോന്നി കിതാബ് തിരിച്ചു കൊടുത്തു. കിതാബിനോടുണ്ടായിരുന്ന ആത്മാർത്ഥമായ ബന്ധം, ആത്മബന്ധം, ആ ഹിർസ്, ആ ത്വരവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. രണ്ടാമത്തെ ഹിർസാണ് പരിശ്രമം. എഴുതിന്റെ വഴി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം, ധാരാളം പരിശ്രമിക്കണം. ജാമിഉൽ മസാനിദ് എഴുതി അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ജാമിഉൽ മസാനിദ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതിന്റെ ഇടയിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. രാത്രിയിൽ മങ്ങിയ വെളിച്ചത്തിൽ എഴുതി കാഴ്ച നഷ്ടപ്പെട്ടു പോയതാണ്. ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അത്താരീഖുൽ കബീർ എന്ന ബൃഹത്തായ ഗ്രന്ഥം രചിച്ചത് عند قبر رسول الله صلى الله عليه وسلم. ഇബ്നുൽ ഖബറിനരികിൽ മസ്ജിദുൽ നബവി നിലാവിന്റെ വെളിച്ചത്തിൽ എഴുതിയതാണ്. നിലാവിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം അത്താരീഖുൽ കബീർ എഴുതി പൂർത്തിയാക്കിയത്. പരിശ്രമമാണ് ഇതിന്റെ ഭാഗത്തിലുള്ള പരിശ്രമത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വഴികൾ തുറക്കും. നാലാമത്തേത് മിതമായ ഭക്ഷണമാണ്. നമ്മുടെ മദ്രസ നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. പഠിക്കണം. അതുപോലെ തന്നെ ഉസ്താദിന്റെ സ്വന്തത്ത്, ഉസ്താദിന്റെ നിർദ്ദേശത്തോടു കൂടി പഠിക്കണം. വെറും കിതാബിൽ നിന്ന് എട്ട് പഠിച്ചാൽ വഴിപിടിച്ചു പോകും. ഉസ്താദിന്റെ നിർദ്ദേശത്തോടു കൂടി പഠിക്കണം. ആറാമത്തത് ദീർഘകാലം വേണ്ടി ചെലവഴിക്കണം. നമുക്കിത് വലിയ പരാതിയാണ്. 7 വർഷം എന്തിനാ? 5 വർഷം പോലെ, 6 വർഷം പോലെ. മുൻഗാമികൾക്ക് ആയുസ്സിന് വലിയ ബർക്കത്തുണ്ടായിരുന്നു. എന്നിട്ടും എൽമിന്റെ മാർഗത്തിൽ ദീർഘമായ സമയങ്ങൾ ചെലവഴിച്ചു. പ്രായമായി കഴിഞ്ഞാൽ ഇനിയും പഠിക്കണോ നീ ചോദിക്കുന്നവരിൽ കൂടെ പലരും ചോദിക്കാറുണ്ട്. എൽമിന് വേണ്ടി ദീർഘമായ സമയം ചെലവഴിക്കണം. എൽമിന്റെ വഴിയിൽ യാത്ര തുടങ്ങിയത് 20-ാമത്തെ വയസ്സിനാണ്. തിരിച്ചു നാട്ടിലെത്തിയത് 65-ാമത്തെ വയസ്സിലാണ്.
ശേഷം അദ്ദേഹം കല്യാണം കഴിച്ചു, 4 മക്കളുണ്ടായി. 40 വർഷം നീണ്ട യാത്ര. ബുഖാരി സ്വഹീഹുൽ ബുഖാരി എഴുതിയത് 16 വർഷം കൊണ്ടാണ്. 16 വർഷം കൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി എഴുതിയത്. മുൻഗാമികൾ ഇൽമിന് വേണ്ടി ദീർഘമായ സമയം ചെലവഴിച്ചു. ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ഇൽമു പഠിക്കാൻ ഇറങ്ങി മിസ്രിൽ നിന്ന് മദീനയിലേക്ക്. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. 17 വർഷം കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മാലിക്കിന്റെ സദസ്സിലേക്ക് വന്ന് ചോദിച്ചു, ഇബ്നുൽ ഖാസിം എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ കൂട്ടത്തിലുണ്ടോ? അദ്ദേഹം ഇബ്നുൽ ഖാസിമിനെ കാണിച്ചു കൊടുത്തു ജനങ്ങൾ. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ വന്ന് ഇബ്നുൽ ഖാസിമിനെ കെട്ടിപ്പിടിച്ചു. ഇബ്നുൽ ഖാസിം പറഞ്ഞു, ആ ഗന്ധത്തിലൂടെ, ആ വാസനയിലൂടെ എനിക്ക് മനസ്സിലായി ഇതെന്റെ മകനാണ്. ഗർഭത്തിലായിട്ട് പുറപ്പെട്ടതാ 18 വർഷം ഇൽമിന്റെ വഴി. അതുകൊണ്ട് ഇൽമിന്റെ ഭാഗത്തിൽ ഇൽമ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ദീർഘമായ സമയം ചെലവഴിക്കണം. മദ്രസയുടെ കോഴ്സ് ഇൽമിന്റെ പൂർത്തീകരണമല്ല. ഇൽമ പഠിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ നന്നായി പഠിക്കാനും പഠിച്ച ഇൽമ നാഫിയാക്കി തീർക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.